നമസ്കാരം. ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. ജീവിത വിജയത്തെ സഹായിക്കുന്ന, നാം സ്വപ്നം കാണുന്നത് പോലെ ഒരു ഡ്രീം ലൈഫിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നാം ഈ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സക്സസ് ലൈഫിലേക്ക് നീങ്ങുന്നതിന് വേണ്ടി നാം പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മൈൻഡിനെ കുറിച്ചാണ് എന്നും മനസ്സിനെ കുറിച്ചാണ് എന്നും ആ മനസ്സാണ് നമ്മുടെ ചിന്തകളെയും ചലനങ്ങളെയും സ്വഭാവത്തെയും നമ്മുടെ ജയപരാജയങ്ങളെയും നമ്മുടെ ദേഷ്യത്തെയും സങ്കടത്തെയും അതുപോലെയുള്ള എല്ലാ ഇമോഷൻസിനെയും നിയന്ത്രിക്കുന്നത് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നാം മനസ്സിലാക്കി. അതിൽ തന്നെ നമ്മുടെ ജീവിതത്തെ സാരമായി എല്ലാ സമയങ്ങളിലും ഇടപെടുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് എന്നും കോൺഷ്യസ് ആയിട്ടുള്ള ബോധമനസ്സിന് വളരെ ചെറിയ റോളാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് എന്നും നാം മനസ്സിലാക്കി. സബ് കോൺഷ്യസ് മൈൻഡിലാണ് നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നതും നമ്മുടെ ശീലങ്ങളെ രൂപീകരിക്കുന്നതും നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ഇമോഷൻസും എല്ലാം അതുമായി റിലേറ്റഡ് ആണ് എന്നാണ് നാം മനസ്സിലാക്കിയത്. ഉദാഹരണത്തിന് സ്ഥിരമായി ബ്രീത്തിങ് എടുക്കുന്നുണ്ട്. നമ്മുടെ ശ്വാസോച്ഛ്വാസം നടക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിന്റെ നിയന്ത്രണത്തിലാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശ്വാസത്തെ കോൺഷ്യസ് ആയി അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് കുറഞ്ഞ സമയത്തേക്ക് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ പോലും അറിയാതെ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോഴുമെല്ലാം നമ്മളറിയാതെ നമ്മുടെ ബ്രീത്തിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹാബിറ്റ് ഫോർമേഷൻ നടക്കുന്നത്, സ്വഭാവ രൂപീകരണം നടക്കുന്നതും സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഇടപെടലിലൂടെയാണ്. ബോധമനസ്സോടുകൂടി കോൺഷ്യസ് മൈൻഡോടുകൂടി നാം ഫ്രീക്വന്റ്ലി ആയി റിപ്പീറ്റേറ്റീവായി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്വഭാവമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, നാം കാലത്തെ എണീക്കുന്നതും പ്രഭാതകൃത്യങ്ങൾ ചെയ്യുന്നതും കുളിക്കുന്നതും ജോലിക്ക് പോകുന്നതുമെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ അതിലൊന്നും ശ്രദ്ധിച്ചിട്ടല്ല. അതൊരു റൊട്ടീൻ കണക്കെ നമ്മുടെ സ്വഭാവമായി മാറിയതാണ്. അങ്ങനെ റിപ്പീറ്റേറ്റീവായി നാം ചെയ്യുന്ന കാര്യങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡ് രജിസ്റ്റർ ചെയ്യുകയും അത് നമ്മുടെ സ്വഭാവമായി രൂപപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇമോഷണൽ റിയാക്ഷൻസ്. അതും സബ് കോൺഷ്യസ് മൈൻഡാണ് നിയന്ത്രിക്കുന്നത്. നാം ഒരു പ്രത്യേക ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് നമുക്ക് സങ്കടം വരുന്നു, നമുക്ക് ദേഷ്യം വരുന്നു, നമുക്ക് സന്തോഷം വരുന്നു, നമ്മൾ ഹാപ്പി ആകുന്നു. ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ സബ് കോൺഷ്യസ് മൈൻഡാണ്. നമ്മുടെ മുൻകാലങ്ങളിലെ എക്സ്പീരിയൻസും നാം മനസ്സിലാക്കിയതുമായ കാര്യങ്ങളെ രജിസ്റ്റർ ചെയ്യുകയും അതിനോട് സമാനമായ ഒരു സാഹചര്യം വരുമ്പോൾ അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതും ഈ സബ് കോൺഷ്യസ് മൈൻഡാണ്. ഉദാഹരണത്തിന്, ഒരു വഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പാമ്പിനെ കണ്ടു, നമ്മൾ പാനിക്കായി ആ പാമ്പ് നമ്മൾ ആക്രമിക്കുമോ എന്ന രീതിയിൽ നാം ചിന്തിക്കുകയും അത് നമ്മുടെ മനസ്സ്, ആ ഇമോഷൻ നമ്മുടെ മനസ്സ്, ഭയം എന്ന വികാരം നമ്മുടെ മനസ്സ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് അതുവഴി പോകുമ്പോൾ നമുക്കൊരു ഉള്ളിൽ ഒരു ഭയം ഉദിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പാമ്പെന്ന് ധരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ പോലും നമുക്ക് ആ ഭയം വരികയും ഒരു പേടി വരികയും ചെയ്യും. ഇത് സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ രജിസ്റ്റർ ചെയ്തു വെച്ചത് കൊണ്ട് അത് നമ്മുടെ ഒരു സ്വഭാവമായി, നാം പോലും അറിയാത്ത ഒരു സ്വഭാവമായി മാറുകയാണ്. അപ്പോൾ നമ്മുടെ ഇമോഷൻസിനെയും റിയാക്ഷൻസിനെയും ഒക്കെ നിയന്ത്രിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡാണ്. അത് റിപ്പീറ്റേറ്റീവായി സംഭവിക്കുകയോ ഫീൽ ചെയ്യുകയോ ചെയ്ത ഒരു കാര്യങ്ങളെയൊക്കെ ശേഖരിച്ചു വെച്ച് അതുപോലെയുള്ള സാഹചര്യങ്ങൾ വരികയോ അല്ലെങ്കിൽ സമാനമായ സാഹചര്യങ്ങളിലോ നമ്മളെ അങ്ങനെ പ്രതികരിക്കാൻ സബ് കോൺഷ്യസ് മൈൻഡ് പ്രേരിപ്പിക്കുന്നു. നമുക്ക് ദേഷ്യമുള്ള ഒരാളെ നമ്മൾ കണ്ടാൽ, നമ്മളെ അറ്റാക്ക് ചെയ്ത, നേരത്തെ നമ്മളെ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ദ്രോഹിച്ച ഒരാളെ കാണുമ്പോൾ അദ്ദേഹത്തിനോടുള്ള വെറുപ്പും ഭയവുമെല്ലാം പിന്നീട് എപ്പോൾ അദ്ദേഹത്തെ കണ്ടാലും, എത്ര നമ്മൾ സെക്യൂർ ആയ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടാൽ പോലും നമുക്കങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അതെല്ലാം ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഇടപെടൽ മൂലമാണ്. നമ്മുടെ ജീവിതത്തിൽ 95% കാര്യങ്ങളും ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ സബ് കോൺഷ്യസ് മൈൻഡാണ്. ഇതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു കാര്യം, ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്കറിയാം. അവര്
വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് ആ ഡ്രൈവിംഗ് എന്ന സ്കില്ല് നാം നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നാം ഡ്രൈവ് ചെയ്യുമ്പോൾ എവിടെ സ്റ്റാരിങ് തിരിക്കണം, എവിടെ ക്ലച്ച് പിടിക്കണം, എവിടെ ഗിയർ മാറ്റണം, എവിടെ ബ്രേക്ക് ചെയ്യണം എന്നൊന്നും നമ്മൾ ആലോചിക്കാറില്ല. നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണ് എന്ന ഓർമ്മ പോലുമില്ലാതെ നാം അങ്ങനെ മുന്നോട്ട് പോകും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ഒരു സ്കില്ലായി മാറി നമ്മുടെ ബോധമനസ്സിന് യാതൊരു ബന്ധമില്ലാതെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നാം ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ മിററിലേക്ക് നോക്കിയത് എത്ര തവണ എന്ന് നമുക്ക് ഓർമ്മയുണ്ടാകില്ല. ഏത് ഗിയറിലാണ് പോകുന്നത് എന്ന് പോലും നമുക്കറിയില്ല. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നാം പോലും അറിയാതെ ഇത് ഗിയർ മാറ്റാനുള്ള സമയമാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ കൈ ഗിയറിലേക്ക് നീങ്ങുകയും ആവശ്യമായ ഗിയറിലേക്ക് മാറ്റുകയും ചെയ്യും. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്. ആ കാര്യം മാത്രം ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കും എന്താണ് ഈ സബ് കോൺഷ്യസ് മൈൻഡും അതിന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഇടപെടുന്നുണ്ട് എന്നും. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ തന്നെ നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതോ സംഭവിക്കാത്തതോ ആയിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ ആ സ്വപ്നങ്ങളെ നാം പരിശോധിക്കുകയാണ് എങ്കിൽ നമ്മുടെ വിശ്വാസപരമായിട്ടോ നമ്മുടെ സംസ്കാരപരമായിട്ടോ നമ്മുടെ ഏതെങ്കിലും എക്സ്പീരിയൻസോ അല്ല എങ്കിൽ നമ്മുടെ ഏതെങ്കിലും ആഗ്രഹമോ ആയി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പലപ്പോഴും നാം സ്വപ്നം കാണുക. ആ സ്വപ്നം കാണുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ത്രൂ ആണ്. നമ്മുടെ ജീവിതത്തിന്റെ 95% നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തുന്ന സബ് കോൺഷ്യസ് മൈൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. അത് എല്ലാറ്റിനെയും ലിറ്ററലി അക്ഷരാർത്ഥത്തിലാണ് കാണുക. എന്താണോ കണ്ടത് അതാണ് മനസ്സിലാക്കുക. അതിന്റെ നെഗറ്റീവോ അതിന്റെ പോസിറ്റീവോ അതിന്റെ ലോജിക്കോ ഒന്നും അത് ആലോചിക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പലരും പറയാറ് നമ്മുടെ ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് പൊട്ടനാണ് എന്ന്. കാരണം ചിന്താശേഷി അതിനില്ല. എന്താണോ കണ്ടത് അല്ലെങ്കിൽ എന്താണോ കേട്ടത് എന്താണോ അനുഭവിച്ചത് അത് അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യും. ഉദാഹരണത്തിന് ഹെൻറി ഫോർഡ് പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ പറയുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അതല്ല നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയും എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഇത് രണ്ടും സത്യമാണ്. അതായത് നാം ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുകയാണ് എങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയും. അതല്ല അത് കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം നമുക്ക് അത് ചെയ്യാൻ കഴിയില്ല. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ യുക്തിക്കോ ബോധത്തിനോ അല്ല എങ്കിൽ മറ്റുള്ള നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നോ ഇതാണ് യാഥാർത്ഥ്യമെന്നോ ഒന്നുമില്ല. അതൊരു കമ്പ്യൂട്ടർ പോലെയാണ്. അതിൽ നാം എങ്ങനെയാണോ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ളത് അതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതിനൊരു പ്രത്യേകത, അതിന് പ്രസന്റ് ടെൻസ് മാത്രമേ ഉള്ളൂ. ഇന്നലെ നാളെ എന്നൊന്നും. അത് എപ്പോഴും വർത്തമാന കാലത്തിൽ അധിഷ്ഠിതമാണ്. അതായത് നമ്മളിപ്പോ പലപ്പോഴും പറയും നമുക്കൊരു വീഴ്ച പറ്റി, അത് സാരമില്ല, അത് മറന്നേക്ക്, അത് കഴിഞ്ഞു പോയില്ലേ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിന് അങ്ങനെയില്ല. അത് കഴിഞ്ഞു പോയതായിട്ട് സബ് കോൺഷ്യസ് മൈൻഡ് മനസ്സിലാക്കുന്നില്ല. അതിപ്പോഴും നിലനിൽക്കുന്നു എന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ അത് മറക്കാൻ കഴിയാത്തത്. അതിന്റെ തുടർച്ച, അതിന്റെ ഫീലിംഗ് നമ്മളെ തുടർന്നുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദുരനുഭവങ്ങൾ ആ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് പിന്നീട് വീണ്ടും അത് സംഭവിച്ചതുപോലെ തോന്നുന്നത്. അവിടെ എത്തുമ്പോൾ നമ്മുടെ ശാരീരികമായും മാനസികമായും നമുക്ക് ടെൻഷനും നമുക്ക് പ്രയാസങ്ങളും നെർവസ്നെസ്സും ഭയവും എല്ലാം വരുന്നതിന് കാരണം അത് അപ്പോയോടെ നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അവിടെ ന്യായാന്യായങ്ങളില്ല, വിശദീകരണങ്ങളില്ല, വിശകലനങ്ങളില്ല. എല്ലാം എന്താണോ കണ്ടത് അത് അതുപോലെ മനസ്സിലാക്കുന്ന ഒന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതുപോലെ അതൊരു മൾട്ടി ടാസ്കറാണ്. ഒരേ സമയത്ത് 2ഉം 3ഉം കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കും. നാം ഒന്നിൽ ഫോക്കസ് ചെയ്യുമ്പോൾ വേറൊന്നിലേക്ക് പോകും. കുറഞ്ഞ സെക്കൻഡുകൾ കഴിഞ്ഞാൽ തന്നെ അടുത്തതിലേക്ക് പോകും. അതാണ് സബ് കോൺഷ്യസ് മൈൻഡിന്റെ സ്വഭാവം. അത് പലപ്പോഴും നാം കൺട്രോൾ ചെയ്തില്ല എങ്കിൽ ഫോക്കസ് നഷ്ടപ്പെടും. അതോടൊപ്പം ഇങ്ങനെ ഓരോരോ മൾട്ടി ടാസ്കർ ആകുമ്പോൾ വിവിധ തരങ്ങളിൽ നമ്മുടെ മനസ്സെന്ന് പറയുന്നു, നമ്മുടെ സാഹചര്യങ്ങൾ വേറെയാണ്, യാഥാർത്ഥ്യം വേറെയാണ്. അങ്ങനെ പല രീതിയിൽ നമ്മൾ സമ്മർദ്ദത്തിലാകുന്നു. അങ്ങനെ പല രീതിയിൽ നമ്മൾ സമ്മർദ്ദത്തിലാകുമ്പോൾ അത് നമ്മളെ ശാരീരികമായി പോലും ബാധിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്
നമ്മൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലാമെന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു. നമ്മൾ അല്പം വൈകി, ഫ്രണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ 1/4 മണിക്കൂറും കൂടി ആവും അങ്ങോട്ട് എത്താൻ. പക്ഷെ നമ്മൾ ആ ഫ്രണ്ടിനെ പ്രയാസപ്പെടുത്തണ്ട എന്ന് കരുതി 4-5 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും എന്ന് പറയുന്നു. എന്നാൽ യഥാർത്ഥം അതല്ല, 3/4 മണിക്കൂർ കൂടി വേണം നമുക്ക് അവിടെ എത്താൻ. അപ്പൊ നമുക്കൊരു സംഘർഷാവസ്ഥ, ആ ഒരു കളവ് പറഞ്ഞതിന്റെ പേരിൽ ഒരു സംഘർഷാവസ്ഥ നമ്മുടെ മനസ്സിൽ, ബ്രെയിനിൽ രൂപപ്പെടുകയും ആ ബ്രെയിൻ അപ്പോൾ കോർട്ടിസോൾ എന്ന സ്റ്റീറോയിഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും, ഹോർമോൺ ഓൾറെഡി നമ്മുടെ വൃക്കകളുടെ മുകളിലായി ഉണ്ട്, അത് നമ്മുടെ ശരീരത്തിൽ അതിന്റെ ഉൽപാദനം കൂടുകയും അളവ് കൂടുകയും ചെയ്താൽ വൃക്കകൾക്ക് തകരാറ് വരും, നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ ഒക്കെ അത് ബാധിക്കും, നമ്മുടെ ആരോഗ്യസ്ഥിതിയെ ഒക്കെ അത് ബാധിക്കും. പലപ്പോഴും ഈ മൾട്ടി ടാസ്കർ ആയിട്ടുള്ള ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നതോടൊപ്പം അത് ശാരീരിക ആരോഗ്യത്തെ കൂടി ബാധിക്കുമെന്നത് നാം മനസ്സിലാക്കുക. അപ്പോൾ നാം പറഞ്ഞു വന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അവസ്ഥകളെയും സ്വഭാവത്തെയും കുറിച്ചാണ്. ഇതിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി പഠനവിധേയമാക്കി നമ്മൾ നമ്മുടെ വിജയത്തിന് സഹായിക്കുന്ന രീതിയിൽ ഇതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും, മാറ്റിയെടുക്കാൻ കഴിയും. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ മുതൽ നമ്മൾ ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് നാം സ്വീകരിച്ച വിശ്വാസങ്ങളും നമ്മളെക്കുറിച്ച് തന്നെയുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളും ഒക്കെ മാറ്റിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള പകരം ചിന്തകൾ സക്സസ് ലൈഫിലേക്കുള്ള നമ്മുടെ യാത്രയെ സഹായിക്കുന്ന രീതിയിൽ ഇതിനെ പരുവപ്പെടുത്തിയെടുത്താൽ, രൂപപ്പെടുത്തിയെടുത്താൽ, ഇതിനെ റീപ്രോഗ്രാം ചെയ്താൽ ആ ഒരൊറ്റ ശക്തി മതി നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ. ഇതിനെ എങ്ങനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം, എങ്ങനെ നമുക്ക് ആവശ്യമായ രീതിയിലേക്ക് പോസിറ്റീവായി കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ് നാം ഇനി ആലോചിക്കേണ്ടത്. അതിന് മനഃശാസ്ത്രം പറയുന്ന 3 എളുപ്പ വഴികളുണ്ട്. കാരണം ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ സ്വഭാവ ഗുണങ്ങളെയും അത് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന രീതിയെയും ഒക്കെ പഠനം നടത്തിക്കൊണ്ട് കണ്ടെത്തിയ ഒന്ന്, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്ന് പോസിറ്റീവ് അഫർമേഷൻസ് ആണ്. അതായത് നാം പറഞ്ഞ കാര്യങ്ങളെ, കേട്ട കാര്യങ്ങളെ ഒക്കെ അത് മനസ്സിലാക്കുന്നത് യഥാർത്ഥമാണ് എന്ന രീതിയിലാണ് അത് വിശ്വസിക്കുന്നത്. അവിടെ ലോജിക്കോ മറ്റൊന്നുമില്ല. അതുപോലെ തന്നെ ഇത് വർത്തമാന കാലത്തിലാണ് ജീവിക്കുന്നത് എന്നും നാം മനസ്സിലാക്കി. അപ്പൊ ഈ പോസിറ്റീവ് അഫർമേഷൻസ് എന്ന് പറയുന്നത് ഞാൻ ബെസ്റ്റാണ്, ഞാൻ പവർഫുൾ ആണ് എന്ന രീതിയിൽ നാം പോസിറ്റീവ് അഫർമേഷൻസ് നടത്തുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റിപ്പീറ്റേറ്റീവായി, അത് തുടർച്ചയായി ഫ്രീക്വന്റ്ലി അതിന് കേൾക്കുമ്പോൾ അത് സത്യമാണ് എന്ന് വിശ്വസിക്കുകയും നമ്മുടെ മനസ്സ് തന്നെ നമുക്ക് തന്നെ ഒരു വിചാരം വരികയും ചെയ്യും. ഞാൻ പോസിറ്റീവ് ആവും എന്നല്ല നാം പറയേണ്ടത്, ആണ് എന്ന രീതിയിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി സംശയലേശമന്യേ നാം ഉറച്ചു പറയുകയാണ് എങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കും. അങ്ങനെ പിന്നെ നമ്മുടെ ശരീരഘടനയും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ റിയാക്ഷൻസും നമ്മുടെ ഫീലിങ്സും ഒക്കെ ആ ഒരു രീതിയിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചിട്ടപ്പെടുത്തും. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കാര്യത്തെ രജിസ്റ്റർ ചെയ്യുന്നത്, ഒരു വിവരത്തെ സ്വീകരിക്കുന്നത് ഒന്നെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഫീലിംഗിൽ നിന്നാണ്, അല്ല എങ്കിൽ പിക്ചറുകളായിട്ടാണ്. ആ പിക്ചറുകളായിട്ടാണ് എന്നതുകൊണ്ടാണ് രണ്ടാമതായി മനഃശാസ്ത്രം പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന ടൂളായിട്ട് വിഷ്വലൈസേഷനെ, അതായത് നാം കാണുക, നാം സ്വപ്നം കാണുന്നത് പോലെ നാം വിചാരിച്ച ഒരു ഗോള്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ട ഒരു സ്വഭാവം, അല്ലെങ്കിൽ ചേഞ്ച് ആക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്, ശീലമാക്കേണ്ട ഒരു കാര്യം ഒക്കെ സംഭവിച്ചതായി നാം വിഷ്വലൈസ് ചെയ്യുക. ഇമേജായി കാര്യങ്ങളെ സ്വീകരിക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് സത്യമാണ് എന്ന് വിശ്വസിക്കുകയും പിന്നീട് നമ്മളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിന് സഹായിക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള ഒരാളുടെ എല്ലാ വ്യക്തിത്വവും നമുക്ക് വന്നു ചേരുകയും ചെയ്യും. ഈ മനസ്സിനെ കൃത്യമായി കൺട്രോൾ ചെയ്യാനും നമ്മുടെ വരുതിയിൽ ഒതുക്കാനും മനഃശാസ്ത്രം പറയുന്ന ഏറ്റവും വലിയൊരു ടൂളാണ് മെഡിറ്റേഷൻ, അതായത് നിശബ്ദത. സൈലന്റ് ആയിക്കൊണ്ട് നാം നമ്മുടെ കണ്ണുകളും കാതുകളും എല്ലാം നമ്മളിലേക്കു തന്നെ നീട്ടിക്കൊണ്ട് നാം വിചാരിക്കുന്ന ഒരു കാര്യത്തിലേക്ക്, ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട്, അതൊരു അവയർനെസ് മോഡാണ്. ആ അവയർനെസ് മോഡിലേക്ക് നാം എത്തുന്നതോടുകൂടി നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറഞ്ഞും കണ്ടും പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. കാരണം എല്ലാം മറ്റൊന്നും കേൾക്കാതെ, മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകാതെ
എല്ലാം ഒരു പോയിന്റിലേക്ക് ശ്രദ്ധ വരുമ്പോൾ നമ്മുടെ ചിന്തകളെ, നമ്മുടെ മനസ്സിലൂടെ നിരവധി ചിന്തകൾ പോകുന്നുണ്ട്. അതിൽ വളരെ ചെറുതു മാത്രമാണ് നാം അറിയുന്നതും നമുക്ക് ഉപകാരപ്പെട്ടതും. അത്തരം ചിന്തകളെയെല്ലാം അതിന്റെ വഴിക്ക് വിട്ടുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ചിന്തകളിൽ മാത്രം ഒഴുകി അതിൽ ഫോക്കസ് ചെയ്യുന്നതിലൂടെ അഥവാ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ബോധ്യപ്പെടുത്തുകയും ആ ലക്ഷ്യം നേടിയതായി സബ് കോൺഷ്യസ് മൈൻഡിനോട് നാം പിക്ചറൈസ് ചെയ്തുകൊണ്ട്, വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുകയും അങ്ങനെയാണ് എന്ന ഒരു ബോധം നമ്മളിൽ സൃഷ്ടിക്കുകയും ചെയ്താൽ അങ്ങനെ ആയ ഒരാൾ എങ്ങനെയെല്ലാം പ്രവർത്തിക്കുമോ അങ്ങനെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയും അതിലൂടെ നമുക്ക് നമ്മുടെ സക്സസ് ലൈഫിലേക്ക് നടന്നെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും സൃഷ്ടിക്കാൻ കഴിയും. മനസ്സിന്റെ ഈ മഹാവിസ്മയത്തെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.